ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചക്കുള്ള കുക്കിങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഒരു കമൻ്റായിട്ടും അറിയിക്കണം. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്ക് പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇന്ന് ലിവിങ് റൂമാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് വറുത്തരച്ചിട്ടുള്ള അയിലക്കറിയും മുരിങ്ങ തോരനും അയില പൊരിച്ചതുമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ക്ലീനിങ്ങിന് നിൽക്കുന്ന ടൈമിൽ എന്തായാലും കുറേ കാര്യങ്ങൾ തലേന്ന് റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് ക്ലീനിങ്ങിന് കൂടുതലായിട്ട് ടൈം കിട്ടുള്ളൂ. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാകുമ്പോൾ കുറേ ടൈം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഉള്ളി അതുപോലെ തേങ്ങ, ഇപ്പോൾ മുരിങ്ങ തോരൻ വെക്കാൻ മുരിങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ വേഗം ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കട്ടെ. അങ്ങനെ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടും കൂടി ചെയ്യട്ടെ. മറ്റേത് നല്ല എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ മടിയാവും. അപ്പോൾ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടാൽ പിന്നെ ആ ഒരു ഭാഗം നോക്കണ്ടല്ലോ. അങ്ങനെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്ത് പോന്നിക്കണേ. ഇനിയിപ്പോൾ ലിവിങ് റൂമിലെ കർട്ടൻസൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി വെക്കാം. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഈസി ആവും. ഇനിയിപ്പോൾ ഇതാ പ്ലാന്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രാസിൻ്റെ മാറ്റ് കൈയോടെ തന്നെ പോയിട്ട് കഴുകുകയാണ് കേട്ടോ. കാരണം പുറത്ത് നല്ല വെയിലുണ്ട്. നമ്മളെ ഈ ഒരു പണികളൊക്കെ കഴിയുന്ന ടൈം കൊണ്ട് അതും ഉണങ്ങി കിട്ടും. ഇനിയിപ്പോൾ ആദ്യം ഞാൻ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് ആദ്യം ഇതാ അതുപോലെ ഒന്ന് മാറാല തട്ടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മാറാലത്തട്ടിലൊക്കെ കഴിഞ്ഞ് ജനലാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ജനലിൻ്റെ കമ്പി ഈ ഒരു ടൈപ്പിലുള്ളതായ കാരണം ക്ലീനിങ് നല്ല എളുപ്പമാണ്. പിന്നെ ഇതിന് വലിയ പൊടിയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനുള്ളൂ. അങ്ങനെ രണ്ട് ജനലിൻ്റെയും ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനലുകൾ പുറത്തുനിന്ന് തുടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പുറം ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം വേഗം വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇനിയിപ്പോൾ സോഫമിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് നമ്മളെ വെറ്റ് വൈപ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കും കൂടി ചെയ്യും കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു. സോഫയൊക്കെ നീക്കിയിട്ടാണ് മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണ്. ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്, അതൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം ഇനിയിപ്പോൾ അകത്തേക്ക് വെക്കാൻ. അതിൻ്റെ ആ ഒരു ഇലമ്പലും കാര്യങ്ങളിലൊക്കെ
പൊടി ഉണ്ടാകും. അപ്പോൾ അതിപ്പോൾ ഞാൻ ഇപ്പം ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ വേഗം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പോയി ഫ്രഷ് ആവുകയാണ്. പിന്നെ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഈ പ്ലാന്റ്സും കാര്യങ്ങളത്തെ ഇലമത്തെ എല്ലാ പൊടികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്ന് അകത്തേക്ക് വെക്കണം. പിന്നെ ഇതാ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്ലാന്റ്സൊക്കെ പിന്നെ ഞാൻ ഉള്ളിലേക്ക് വെച്ചത്. അപ്പോൾ തന്നെ എല്ലാതും ഡ്രൈ ആയി പോട്ടുകളൊക്കെ തുടച്ച് ഇതാ നല്ല ക്ലീൻ ആക്കിയിട്ട് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിരിക്കണം. മാറ്റാനുള്ളതൊക്കെ ഒന്ന് മാറ്റിയിരിക്കണം. പ്ലാന്റ്സ് ആദ്യം വെച്ചതൊക്കെ ഒന്ന് മാറ്റിയിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ലിവിങ് റൂം മൊത്തത്തിൽ ക്ലീനായി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. പിന്നെ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴും നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ ഇതുപോലെ ക്ലീനായി കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.